അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസ്വഹ്ബിഹി വതബഇഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ സെമിനാറിൽ എനിക്ക് നിങ്ങളുമായി സംവദിക്കാൻ ലഭിച്ചിട്ടുള്ള വിഷയം സ്വഹാബത്തിൻ്റെ പ്രകീർത്തന പെരുമകൾ എന്നതാണ്. സ്വഹാബിമാർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കാണുകയും കൂടെ ജീവിക്കുകയും ചെയ്തവരാണ്. അവരുടെ ഹൃദയാന്തരങ്ങളിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വല്ലാത്ത മഹബത്ത് കുടിയിരുത്തിയവരാണവർ. അതോടുകൂടെ അവരുടെ ഹൃദയാന്തരങ്ങളിലുള്ള മഹബത്തിന്റെ ബഹിസ്ഫുരണങ്ങളായി പ്രകീർത്തന കാവ്യങ്ങളും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള മദ്ഹുകളുടെ കീർത്തനങ്ങളുടെ നിരവധി ഉദാഹരണങ്ങൾ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ആദ്യമായി മഹാനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പയായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരിക്കൽ ചോദിക്കുകയാണ്, ഹബീബായ നബി തങ്ങളെ, ഞാൻ അങ്ങയെ പ്രശംസിക്കട്ടെയോ? ഉരീദു അൻ അംതദിഹക യാ റസൂലല്ലാഹ്. ഹബീബായ മുത്തു നബിയെ, അവിടുത്തെ പ്രശംസിക്കുവാൻ, അവിടത്തെ കുറിച്ച് കീർത്തനം ആലപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും, ഓ അബ്ബാസ് തങ്ങളെ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഒരിക്കലും എന്നെക്കുറിച്ച് പ്രകീർത്തനം എന്ന് പറയുന്നത് ഇസ്ലാമിലുള്ള ഒരു വിഷയമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ല. നേരെ മറിച്ച് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, കുൽ, നിങ്ങൾ എന്നെ കുറിച്ച് പ്രശംസിച്ചോളൂ. മാത്രമല്ല നബി തങ്ങൾ അവിടത്തേക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്തു കൊടുക്കുകയാണ്, ലാ യഫ്ദുലില്ലാഹു ഫാക. ഓ അബ്ബാസ് തങ്ങളെ, നിങ്ങൾ എന്നെ കുറിച്ച് പ്രശംസിക്കുന്നത് കാരണത്താൽ തന്നെ നിങ്ങളുടെ വായക്ക് യാതൊരുവിധ കേടും യാതൊരുവിധ ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്തു കൊടുക്കുന്നു. ചരിത്രത്തിൽ കാണാൻ കഴിയും, മഹാനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു 80 വർഷത്തോളം ഭൂമി ലോകത്ത് ജീവിച്ചിട്ട് അവിടുത്തെ ശരീരത്തിലെ ശറഫാക്കപ്പെട്ട വായയിൽ ഒരസുഖവും പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന് ചരിത്ര കിതാബുകളിൽ അവിടത്തെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് പാടുകയാണ്, മിൻ ഖബ്ലിഹാ തിബ്ത ഫിൽ ളിലാലി വഫി മുസ്തൗദഇൻ ഹൈസു യുഖ്സഫുൽ വറഖു. ഹബീബായ നബി തങ്ങളെ, അവിടുന്ന് ദുനിയാവിലേക്ക് ഭൂജാതരാകുന്നതിന്റെ മുമ്പ്, അവിടുത്തെ പവിത്രമായ ജനനമുണ്ടാകുന്നതിന്റെ മുമ്പ് അവിടുന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിലായിരുന്നു. അവിടുന്ന് സ്വർഗത്തിൽ പ്രത്യേകം തണൽ കൊള്ളുന്നവരായി സ്വർഗീയ തണലിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിൽ അങ്ങുണ്ടായിരുന്നു. രണ്ടാമതായി ആ കവിതയുടെ ബാക്കി എന്നോണം അബ്ബാസ് തങ്ങൾ പാടുകയാണ്, സുമ്മാ ഹബത്തുൽ ബിലാദ ലാ ബശറുൻ അൻത വലാ മുളഗത്തുൻ വലാ അലഖുൻ. അതിനുശേഷം അവിടുന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ മനുഷ്യരൂപത്തിലല്ല, നേരെ മറിച്ച് രക്തക്കട്ടയായിട്ടോ മാംസകഷ്ണമായിട്ടോ ഒന്നുമല്ല. മറിച്ച് എങ്ങനെയാണ് അവിടുന്ന് ഭൂമി ലോകത്തേക്ക് വന്നത്? ബൽ നുതുഫത്തുൻ തർകബുസ് സഫീന വഖദ് ഉൽജീമ നസ്റൻ വഅഹ്ലഹുൽ ഗറഖു. ഓ പുണ്യ നബി തങ്ങളെ, അവിടുന്ന് ആദം നബിയുടെ മുതുകിലൂടെ ഇങ്ങോട്ട് പോന്നിട്ട് പവിത്രമായിരിക്കുന്ന അമ്പിയാക്കളുടെ മുതുകിലൂടെയാണ് അവിടുന്ന് സഞ്ചാരപഥം നടത്തിയിട്ടുള്ളത്. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം പ്രത്യേകമായ ശിക്ഷ അനുഭവിച്ചപ്പോൾ ആ നൂഹ് നബിയും അവിടുത്തെ സ്വഹാബത്തും രക്ഷപ്പെടുന്നത് പ്രത്യേകമായി കപ്പലുണ്ടാക്കിയിട്ടാണ്. ആ കപ്പലിൽ അവർ രക്ഷപ്പെടുന്ന സമയത്ത് അങ്ങ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, വറത്തനാറ ഖലീലിൻ മുക്തതമ ഫീ സ്വൽബിഹി അൻത കൈഫ യഹ്തരികു. അബ്ബാസ് തങ്ങൾ നബി തങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് പാടുകയാണ്, അങ്ങനെ പവിത്രമായ ആളുകളിലൂടെ കടന്നു വന്ന അങ്ങടുത്തെ നൂറ് അവസാനം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വന്നപ്പോൾ അവിടത്തെ തീയിലിട്ട് കൊണ്ട് കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അവസരത്തിൽ നിങ്ങളവിടെ മുക്തന മുന്നന്ത, നിങ്ങളവരുടെ കൂടെയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൈഫ യഹ്തരികു, പിന്നെ എങ്ങനെയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് തീയിലിടപ്പെട്ടാലും കരിയുക എന്ന് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു
അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ചു പാടുകയാണ്. മഹാനായിരിക്കുന്ന ഇമാം സ്വാലിഹ് ശാമി റഹിമഹുല്ല അവിടുത്തെ സുബുലുൽ ഹുദാ വർ റഷാദിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ല അൽ മവാഹിബുൽ ലദുനിയയിൽ ഈ ചരിത്രം സവിസ്തരം വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇനി നോക്കൂ, രണ്ടാമതായി ഇതേ ആശയം തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ പാടിയ ബൈത്തിന്റെ അതേ ആശയം മഹാനായിരിക്കുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ല അവിടുത്തെ മങ്കൂസ് മൗലിദി രചിക്കുന്ന സമയത്ത് ഇതേ ആശയം വരുന്ന എത്രയോ വരികൾ അതിൽ കൂട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾ കണ്ടില്ലേ, ഫലമാ ഖലഖല്ലാഹു തആല ആദമ അലൈഹിസ്സലാം അൽഖാ ദാലിക അന്നൂറ ഫീ ത്വീനതിഹി ഫഅഹ്ബതനി അല്ലാഹു ഫീ സുൽബി ആദമ അലൈഹിസ്സലാം ഇലൽ അർള് വജഅലനി ഫീ സഫീനതി നൂഹ് അലൈഹിസ്സലാം വജഅലനി ഫിൽ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഖുദിഫ ബിഹി ഫിന്നാർ. ഇതേ ആശയം തന്നെയാണ് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പാടിയത്. രണ്ടാമതായി മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, നബി തങ്ങളുടെ ഭാര്യയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നബി തങ്ങളെ പ്രകീർത്തിച്ച എത്രയോ ഉദാഹരണങ്ങൾ ചരിത്ര കിതാബുകളിൽ കാണാൻ കഴിയും. ഒരൊറ്റ കാര്യം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി, ആ സൗന്ദര്യ സ്വരൂപത്തിൽ ആകൃഷ്ടരായി ആ കാലഘട്ടത്തിലുള്ള ആളുകൾ അവിടുത്തെ കൈവിരൽ വരെ മുറിച്ചു യൂസുഫ് നബിയെ കണ്ടിട്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള വസ്തുതയാണ്. ആ വിഷയത്തെ അധികരിച്ചുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പാടുകയാണ്, അവർ നബിതങ്ങളെ കണ്ടിരുന്നെങ്കിൽ, നബിതങ്ങളെ സൗന്ദര്യ സ്വരൂപത്തിൽ അവർ ആകൃഷ്ടരായിരുന്നെങ്കിൽ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ അവിടുത്തെ അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയപ്പോൾ അവിടുത്തെ വാങ്ങാൻ വേണ്ടി ആളുകൾ തിക്കും തിരക്കും കൂട്ടിയല്ലോ, അവർ അവിടെ പൈസ ചെലവാക്കുമായിരുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പാടുകയാണ്, ഫലൗ സമിഉ ഫീ മിസ്റ ഔസാഫ ഖദ്ദിഹി ലമാ ബദലു ഫീ സൗമി യൂസുഫ മിൻ നഖദി. മിസ്റിലുള്ള ഈജിപ്തിലുള്ള ആളുകളെ ഹബീബായ നബി തങ്ങളുടെ ഹദ്ദിനെ കുറിച്ച്, കവിൽത്തടത്തെക്കുറിച്ച് അവർ അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങാടിയിൽ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വാങ്ങാൻ വേണ്ടി അവർ വിലപേശുമായിരുന്നില്ല. ആ കാശ് മുഴുവൻ അവർ ഇവിടെ ചെലവാക്കുമായിരുന്നു. ആ കാലഘട്ടത്തിലുള്ള ഒരുപാട് ആക്ഷേപർ ആക്ഷേപിച്ചു പോയി, ഇത്രത്തോളമൊക്കെ മതിമറക്കാനുണ്ടോ എന്ന് ചോദിച്ചു പോയി. എന്നാൽ അവർ ഹബീബായ നബി തങ്ങളുടെ ജബീനങ്ങു കണ്ടിരുന്നെങ്കിൽ, നെറ്റിത്തടമൊന്ന് കണ്ടിരുന്നെങ്കിൽ, അവർ കൈകളെല്ലാം മുറിക്കുക, അവർ അവരുടെ ഹൃദയങ്ങൾ തന്നെ മുറിക്കുമായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പ്രകീർത്തിച്ചു പാടിയത് ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ലാ അവിടുത്തെ അൽ മവാഹിബുൽ ലദുനിയ അവിടുത്തെ കിതാബിന് ശറഹ് എഴുതിയിട്ടുണ്ട് ഇമാം സുർഖാനി റഹിമഹുല്ലാ. അതിൽ പ്രത്യേകം ഈ കവിത എടുത്തുദ്ധരിച്ചത് കാണാൻ കഴിയും. നിങ്ങൾ നോക്കൂ, അടുത്തത് സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ്. സഫിയ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ അമ്മായിയാണ്. ആ നബി തങ്ങളുടെ അമ്മായിയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പ്രകീർത്തിച്ചു പാടിയത് ചരിത്രത്താളുകളിൽ കാണാൻ കഴിയും. അലാ യാ റസൂലല്ലാഹി കുൻത റജാഅനാ വകുൻത ബിനാ ബർറൻ ഫലം തകു ജാഫിയ. നബി തങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, ഓ പുന്നാര നബിയേ, ഓ ഹബീബായ തങ്ങളെ, അവിടുന്ന് ഞങ്ങളുടെ പ്രതീക്ഷയാണ്. കുൻത റജാഅനാ വകുൻത ബിനാ ബർറൻ ഫലം തകു ജാഫിയ. അവിടുന്ന് ഞങ്ങളോട് വല്ലാതെ കരുണ കാണിക്കുന്നവരും വല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ്. എന്നിട്ട് അവിടുന്ന് പാടുകയാണ്, ഫിദല്ലി റസൂലില്ലാഹി ഉമ്മി വഖാലതി വഅമ്മി വനഫ്സി ഖസ്റതൻ സുമ്മ ഖാലിയ. എൻ്റെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും, എൻ്റെ അമ്മാവട്ടെ, എൻ്റെ ഖാലത്താവട്ടെ, എൻ്റെ എല്ലാ വിഷയങ്ങളും, എൻ്റെ ശരീരവും അവിടത്തേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. എന്നിട്ട് അവസാനം അവിടുന്ന് പാടുകയാണ്, സബർത വബല്ലഗത الرسالة صادقا وقد متصل بالدين أبلج صافيا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് അവിടുന്ന് സത്യസന്ധമായി നല്ല വഴിയിലൂടെ അവിടത്തേക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്വം, റിസാലത്ത് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം അവിടുന്ന് ചെയ്തിട്ടുണ്ട് നബിയെ. അങ്ങനെ പരിശുദ്ധമായ ദീന് പ്രശോഭിതമായി ലോകത്ത് നിലകൊള്ളുന്ന രീതിയിൽ അവിടുന്ന് അവിടുത്തെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട്
വെച്ചുകൊണ്ട് സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹ പാടിയത് അൽ ഹാഫിദ് ശംസുദ്ദീൻ ഇബ്നു നാസിർ ദിമഷ്ഖി റഹിമഹുല്ലാഹ് അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, അടുത്തത് മഹാനായ സ്വഹാബി വര്യൻ നാബിഗത്ത് ബിനു ജഅ്ദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിൽ വന്ന് പാടുകയാണ്. ചരിത്രം പഠിക്കുന്ന കുട്ടികൾക്കറിയാം, കവികളുടെ കൂട്ടത്തിൽ, ഇസ്ലാമിക ലോകത്തെ വിശ്രുതമായ കവികളുടെ കൂട്ടത്തിൽ വളരെ പ്രസിദ്ധനാണ് നാബിഗത്ത് റളിയല്ലാഹു അൻഹു. ആ നാബിഗ റളിയല്ലാഹു അൻഹു പാടുകയാണ്, ബലഗ്നസ്സമാ മജ്ദൻ വജൂദൻ വസുദദ വഇന്നാ ലനർജൂ ഫൗഖ ദാലിക മൽഹറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട്, ഓ നബിയേ, ബലഗ്ന, അങ്ങ് ഞങ്ങളെ എത്തിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ എത്തിച്ചിട്ടുണ്ട് അസ്സമാ, ഉന്നതമായ സ്ഥാനത്തേക്ക്. അവിടുത്തെ പ്രത്യേകമായ മജ്ദ് കൊണ്ടും അവിടുത്തെ പ്രത്യേകമായ നേതൃപദവി കൊണ്ടും അതുപോലെ തന്നെ മഹത്വങ്ങളെ കൊണ്ടും ഉന്നതമായ സ്ഥാനത്തേക്ക് ഞങ്ങളെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ ചോദിക്കുകയാണ്, ഇല ഐനയ അബാലയില, എവിടേക്ക് എത്തണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ? ആ സ്വഹാബി വര്യൻ പറഞ്ഞു, ഇലൽ ജന്നത്തി ബിക യാ റസൂലല്ലാഹ്. ഓ നബിയെ, അവിടുത്തെ പ്രശംസിച്ചുകൊണ്ട്, അവിടുത്തെ മദ്ഹ് പറഞ്ഞുകൊണ്ട്, അവിടുത്തെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് സ്വർഗീയ ലോകത്തേക്ക് എത്തിപ്പെടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഖാല നഅം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എന്നെ പ്രശംസിച്ചത് കാരണത്താൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നിങ്ങൾ സ്വർഗത്തിലെത്തിപ്പെടും എന്ന രീതിയിൽ ഹബീബായ നബി തങ്ങൾ അവിടത്തേക്ക് സമ്മതം കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ നോക്ക്, അറബി ലിറ്ററേച്ചർ പഠിക്കുന്ന കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ടാകും. അറബി സാഹിത്യം പഠിക്കുന്ന സമയത്ത് എത്ര കവികളെയാണ് ഷാഇറുൻ നബി, നബി തങ്ങളുടെ കവികൾ, നബി തങ്ങളെ പ്രകീർത്തിച്ചിരുന്ന ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങളെ കാണാം, കഅബ് ബിൻ മാലിക് തങ്ങളെ കാണാം, അബ്ദുല്ലാഹി ബിൻ റവാഹ തങ്ങളെ കാണാം, കഅബ് ബിൻ സുഹൈർ തങ്ങളെ കാണാം. ഇതെല്ലാം പ്രത്യേകം നബി തങ്ങളുടെ ഷാഇരീങ്ങളായി ലോകത്ത് അറിയപ്പെട്ട സ്വഹാബിമാരാണ്. നിങ്ങൾ നോക്കൂ, അബുൽ ഫത്ഹ് ഇബ്നു സയ്യിദ് നാസ് എന്ന് പറയുന്ന വിശ്രുതനായ പണ്ഡിതൻ ഈജിപ്തിൽ ജീവിച്ച വലിയ മഹാനാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വിട പറഞ്ഞു പോയ, വഫാത്തായി പോലെ വലിയ മഹാനാണ്. അവിടുന്ന് സ്വഹാബത്തിന്റെ മാദിഹീങ്ങളായ സ്വഹാബത്തുകളെ, സ്വഹാബി വര്യന്മാരായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 200-ലേറെ സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചതിന്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞിട്ടുള്ള പ്രത്യേകം ഒരു ഹദീസ് മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയുടെ പള്ളിയിൽ നബി തങ്ങളെ പ്രകീർത്തിക്കുന്ന ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് പ്രത്യേകം ഒരു മൗളിഅ, ഒരു സ്റ്റേജ് ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടെ വെച്ച് നബി തങ്ങളെ പ്രകീർത്തിക്കുവാൻ അവസരമുണ്ടാക്കി കൊടുത്തു എന്ന് മാത്രമല്ല, നബി തങ്ങളെ പ്രകീർത്തിച്ചതിന് ശേഷം ആ പ്രകീർത്തനങ്ങളിൽ സന്തോഷവാനായി ഹബീബായ നബി തങ്ങൾ അവർത്തേക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്തു കൊടുത്തു. ഇന്നല്ലാഹ യുഅയ്യിദു ഹസ്സാന ബിറൂഹിൽ ഖുദുസി മാ നാഫഹ ഔ ഫാഖറ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ പ്രകീർത്തിക്കുന്ന കാലത്തോളം, നബി തങ്ങളെ കുറിച്ച് മദ്ഹ് പറയുന്ന കാലത്തോളം ഹസ്സാൻ തങ്ങൾക്ക് അല്ലാഹു പ്രത്യേകം റൂഹിൽ ഖുദുസ് കൊണ്ട്, പരിശുദ്ധാത്മാവ് കൊണ്ട് ഹസ്സാൻ തങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്തു കൊടുത്തു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നോക്കൂ, ആ ഹസ്സാൻ തങ്ങൾ പാടിയ പാട്ട് എത്ര കിതാബുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. ഓ പുണ്യ നബിയേ, അവിടത്തേക്കാൾ സൗന്ദര്യവാനായിട്ട് ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ലം തറ ഖത്തു ഐനി എന്നാണ് മഹാനായ ഹസ്സാൻ ബിൻ സാബിത്ത് പാടിയതെങ്കിലും ലം തറ ഖത്തു ഐനുൻ എന്ന് പറയാൻ മാത്രം ഹബീബായ നബി തങ്ങളുടെ ഉന്നതിയും പരിശുദ്ധതയുമുണ്ട്. നബി തങ്ങളെ കുറിച്ച് ഹസ്സാൻ തങ്ങൾ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല,
ലോകത്ത് ഒരാളും നബിതങ്ങളെക്കാൾ അഹ്സനായ ഒരാളെ കണ്ടിട്ടില്ല. ഫഅജ്മല മിൻക ലം തലിദിൻ നിസാഉ, ലോകത്ത് ഒരു പെണ്ണും അങ്ങയേക്കാൾ ഭംഗിയുള്ള ഒരാളെയും പ്രസവിച്ചിട്ടില്ല. ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. ഇങ്ങനെ പാടിയിട്ട് ഹസ്സാൻ ഇബ്നു തങ്ങൾ വീണ്ടും പാടുകയാണ്. വളമ്മല്ലിലാഹു സുമൻ നബിയി ഇലസ്മിഹി ഇദാ ജാഅ ഫിൽ ഖംസിൽ മുഅദ്ദീനി അശ്ഹദു. നമ്മുടെ പള്ളിയിൽ 5 നേരം മുഅദ്ദിനീങ്ങൾ ബാങ്ക് കൊടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിനോടുകൂടെ ഹബീബായ മുത്തുനബിയുടെ നാമം കൂടെ ചേർക്കുന്ന രീതിയിൽ അവിടുന്ന് വലിയ മഹത്വമുള്ളവരാണ്. വശഖാലഹു മിൻ ഇസ്മിഹി ലിയുജില്ലഹു ഫദുൽ അർശി മഹ്മൂദുൻ വഹദാ മുഹമ്മദുൻ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമമായ അഹ്മദിൽ നിന്നും അവിടത്തേക്ക് നാമം ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകം മുഹമ്മദ് എന്ന് പറയുന്ന നാമത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് നബിതങ്ങളെ പ്രകീർത്തിക്കുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളെ നോക്കൂ നിങ്ങൾ. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അവിടുന്ന് മഹാനവർഗൻ നബിതങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് പാടിയത് നിങ്ങൾ കണ്ടില്ലേ? വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശഖ മഅറൂഫുൻ മിനൽ ഫജ്രി സാതിഉൻ അറാനൽ ഹുദാ ബഅദൽ അമാഫ ഖുലൂബുനാ ബിഹി മുഖിനാതുൻ അന്ന മാ ഖാല വാഖിഉ. ഓ ഹബീബായ നബിതങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങൾ പാടുന്ന പാട്ടാണ് ഞാൻ ഇവിടെ ആലപിച്ചത്. ഓ നബിയെ, ഞങ്ങളിൽ നബിതങ്ങളുണ്ട്. അവിടുന്ന് രാവിലെ ആയാൽ ഇദൻ ശഖ മഅറൂഫുൻ ബിനസ്വത്ഇ സാതിഹുൻ, പ്രകാശപൂരിതമായ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ അവിടുന്ന് പരിശുദ്ധ ഖുർആൻ ഓതുന്നവരായി അവിടുന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അറാനൽ ഹുദാ ബഅദൽ അമാഫ ഖുലൂബുനാ ബിഹി മുഖിനാതുൻ അന്ന മാ ഖാല വാഖിഉൻ. അവിടുന്ന് ഞങ്ങൾക്ക് സന്മാർഗ ദീപം കാണിച്ചു തന്നിട്ടുണ്ട്. വലിയ ഇരുട്ടിലും അന്ധകാരത്തിലുമായിരുന്നു ഞങ്ങൾ. ആ അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിൻ്റെ പുന്തരമായ പാന്താവിലേക്ക് നയിച്ച ഹബീബായ നബിതങ്ങളെന്ന് പറഞ്ഞിട്ട് ആ നബിതങ്ങളെ കീർത്തനം ആലപിക്കുകയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് സ്വഹാബത്തിന്റെ ചരിത്രം എമ്പാടും ഇത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. സ്വഹാബത്ത് നബിതങ്ങളെ പ്രകീർത്തിച്ചു എന്ന് മാത്രമല്ല, മറ്റുള്ളവർ പ്രകീർത്തിക്കുന്ന സമയത്ത് സ്വഹാബത്ത് എങ്ങനെയാണ് അതിനെ കണ്ടത്? ഒരിക്കലും സ്വഹാബത്ത് അത് പ്രകീർത്തിക്കരുത് എന്ന് പറഞ്ഞവരെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചിട്ടില്ല. നേരെ മറിച്ച് പ്രകീർത്തിച്ചോളൂ എന്ന് സമ്മതം കൊടുക്കുന്ന രംഗങ്ങൾ കാണാൻ കഴിയും. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് രാത്രി സമയം ഇങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പാവപ്പെട്ട ഒരു സ്ത്രീ ഒരു കുടിലിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നബിതങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഇങ്ങനെ ആലപിക്കുകയാണ്. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈഹിൽ ത്വയ്യിബൂനൽ അഖ്യാർ ഖദ് കുൻത ഖവ്വാമൻ ബഖിയൽ അസ്ഹാർ യാ ലൈത ശിഅരി വൽ മനായൽ അത്വാർ അൽ യജ്മഉ ലി വഹബീബി യദ്ദാർ. ഹബീബായ നബിതങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് പാവപ്പെട്ട ഒരു അജൂസത്തായ ഒരു കിളവിയായ ഒരു സ്ത്രീ ഒരു വീടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ നബിതങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് പാടുകയാണ്. ഓ പുണ്യ നബിയെ, അവിടുന്ന് രാത്രിയുടെ ഏറിയ കൂറും നിസ്കരിക്കുകയും വല്ലാത്ത ഇബാദത്തെടുക്കുകയും ചെയ്യുന്ന വലിയ പ്രകൃതക്കാരനാണല്ലോ അങ്ങ് എന്ന് പറഞ്ഞ് നബിതങ്ങളെ കുറിച്ച് മദ്ഹ് ഇങ്ങനെ പാടിയപ്പോൾ ഇത് കേട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കലും നബിതങ്ങളെ കീർത്തിക്കാൻ പാടില്ല, നബിതങ്ങളെ കുറിച്ച് പ്രകീർത്തനം ആലപിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. അവിടുന്ന് കരയുകയാണ്. കരഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മയെ വിളിച്ചിട്ട് അവിടത്തോട് പറയുകയാണ്, ഉമ്മ, നിങ്ങൾ ചൊല്ലിയ ആ ബൈത്ത് ഒന്നുകൂടെ ആവർത്തിച്ച് ചൊല്ലുമോ? അങ്ങനെ 2ാം പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലിയപ്പോൾ അവിടുന്ന് കരഞ്ഞുപോയി. എന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്ത കൂട്ടത്തിൽ എന്നെ കൂടി നിങ്ങളൊന്ന് ഉൾപ്പെടുത്തുമോ എന്ന് ചോദിച്ചപ്പോൾ ആ പ്രിയപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവിടുന്ന് പാടുകയാണ് ആ പെണ്ണ്, അല്ലാഹുവേ, ഈ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും ഈ ഖലീഫക്കും നീ പുറത്തു കൊടുക്കണമേ, എനിക്ക് പുറത്തു തരുന്നതിനോടുകൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനം ആലപിച്ച ആ പ്രിയപ്പെട്ട ഉമ്മ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്ന രംഗം കാണാൻ കഴിയും. ഞാൻ നിർത്തുന്നു. അവസാനമായി ഒരൊറ്റ വിഷയം ഇങ്ങനെ പറയുകയാണെങ്കിൽ സ്വഹാബത്തിന്റെ കീർത്തനങ്ങൾ മദ്ഹുകൾ നബിതങ്ങളെ കുറിച്ച് നടത്തിയത് എത്രയോ മണിക്കൂറുകൾ പറയാനുണ്ടാകും. അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ തീരില്ല എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീറിൽ ഒരു ചരിത്രം, ഒരു വിഷയം ഉദ്ധരിച്ചുകൊണ്ട്, ഒരു വാഖിയത്ത് ഉദ്ധരിച്ചുകൊണ്ട്
പറയുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഒരു യഹൂദിയായിരിക്കുന്ന മനുഷ്യൻ അന്ന റജുലൻ മിൻ ഫുസഹാഹിൽ യഹൂദി, യഹൂദികളുടെ കൂട്ടത്തിൽ അത്യാവശ്യം തിരിപാടൊക്കെയുള്ള ഒരു മനുഷ്യന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഓ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവേ, എനിക്ക് നിങ്ങളുടെ നബിയെ കുറിച്ച് സുഫ്ലി അൻ അഖ്ലാഖി റസൂലിക്കും, നിങ്ങളുടെ റസൂലിനെ കുറിച്ച് എനിക്ക് വിശദീകരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ ബിൻ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്ത് അത് ചോദിക്കരുത്. ഉത്ലുബുഹു മിൻ ബിലാൽ, നിങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കൂ, അദ്ദേഹത്തിന് എന്നേക്കാൾ അത് കൂടുതൽ അറിയാം. ബിലാൽ തങ്ങൾ പറഞ്ഞു, എൻ്റെ അടുത്ത് ചോദിക്കരുത്, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ചോദിക്കണം. അവസാനം ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഈ യഹൂദിയായ മനുഷ്യനെ മടക്കി അയക്കുന്നത് ഇലാ ഹളറത്തി അലിയിൻ റളിയല്ലാഹു അൻഹു, അലിയാര് തങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ചോദിക്കുകയാണ് തിരിച്ചൊരു ചോദ്യം, ഓ യഹൂദി പണ്ഡിത, നിങ്ങൾ എനിക്ക് ഒരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞു തരണം. സിഫ്ലി അൻ മതഇ ദുനിയ, ദുനിയാവിലെ ചരക്കുകളെ കുറിച്ച് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോ ആ യഹൂദിയായ മനുഷ്യൻ പറഞ്ഞു, എങ്ങനെയാണ് പറയാൻ കഴിയുക, എനിക്ക് കഴിയില്ല, എത്രയോ ചരക്കുകൾ ഉണ്ടല്ലോ. ആ സമയത്ത് അലിയാര് തങ്ങൾ പറയുകയാണ്, എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറയുക, ചരക്കുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? ഖുൽ മതാഉ ദുനിയ ഖലീൽ, ഈ ദുനിയാവിലെ ചരക്ക് വളരെ ചുരുക്കമാണ്. ആ വളരെ ചുരുക്കമായ ചരക്കുകളെ കുറിച്ച് തന്നെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ അള്ളാന്റെ ഹബീബിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, അവിടുന്ന് വണ്ണമായ പവിത്രമായ ഉന്നതമായ സ്വഭാവ മഹിമയുടെ പേരിലാണ്, അതിൻ്റെ മേലിലാണ് അങ്ങുള്ളത്. അതുകൊണ്ട് എങ്ങനെ എനിക്ക് പറഞ്ഞു തരാൻ കഴിയും, എനിക്ക് പറഞ്ഞു തീർക്കാൻ കഴിയും? അതുകൊണ്ട് നബി തങ്ങളുടെ മദ്ഹകൾ പ്രകീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടോ പാടിക്കൊണ്ടോ അല്ലെങ്കിൽ വിശദീകരിച്ചുകൊണ്ടോ തീർക്കാൻ നമുക്ക് കഴിയില്ല എന്ന സന്ദേശം മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.